ഹായ്, ഗുഡ് ഈവനിങ്. നല്ലൊരു സായാഹ്നം. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് കർമ്മയുടെ തീരത്താണ്. അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ ആക്ടിവിറ്റി ചെയ്തു, ക്യാമ്പ് ചെയ്യാറുണ്ട്, ഹോം വിസിറ്റുകൾ ചെയ്യാറുണ്ട്. ഇന്ന് നല്ലൊരു ആശയമാണ് തിരിഞ്ഞത്. കായലോരത്ത് ഇവിടെ കർമ്മയുടെ തീരത്ത് വെച്ചിട്ട് ആക്ടിവിറ്റി ചെയ്യാം. അപ്പോഴാണ് ഞങ്ങളെ പ്രിയപ്പെട്ട ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള കർമ്മ പറഞ്ഞത് 90ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് 1ാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഒരേ ആശയത്തിൽ ഒരേ ശ്രേണിയിൽ യാത്ര ചെയ്ത ഓരോ വ്യക്തികളുണ്ട് ഇവിടെ. ഇവരുടെ ഒരു എക്സ്പീരിയൻസ് കേൾക്കാം. കുറേ കയറ്റവും കുറേ ഇറക്കവും കുറേ മാനസിക സമ്മർദ്ദങ്ങളും കുറേ ആവേശമൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഒന്ന് കേൾക്കുക. നമുക്ക് കേൾക്കല്ലേ? സ്റ്റാർട്ട് ചെയ്ത് 91ാമത്തെ ദിവസമാണ്. ഒരു ദിവസം പറയുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ആളുകളായിട്ട് സംസാരിച്ചു, അവരായിട്ടൊക്കെ മിങ്കിൾ ചെയ്തു. ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആണ് ഓരോരുത്തരും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നിറയെ ആളുകൾ അൺഹെൽത്തി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ് മനസ്സിലായത്. അതിനപ്പുറത്തേക്ക് നിറയെ ആളുകളായിട്ട് ഓരോ ഡിഫറെൻറ്റ് ബിഹേവിയറാണ് ഉള്ളത്. അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഇന്നത്തെ ഞങ്ങളുടെ 91 ഡേയ്സ് അവസാനിച്ചിരിക്കുകയാണ്. ഇനിയുള്ളൊരു നെക്സ്റ്റ് 91 ഡേയ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നടന്ന ഒരു ഫീഡ്ബാക്ക് എന്ന രീതിയിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ നല്ല റിസൾട്ടുകൾ ഒരുപാട് പേർക്ക് ആയിട്ട് റിസൾട്ട് എടുക്കാനൊക്കെ സാധിക്കും. ഇഷ്ടംപേഴ്സൺ ക്രിയേറ്റ് ആയിട്ട് ഫീഡ്ബാക്കിൻ്റെ ഭാഗമായിട്ട് എല്ലാ ആശയങ്ങളും 91 ഡേയ്സ് വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ 91 ഡേയ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. നല്ല ആക്ടിവിറ്റീസ്, ഒരുപാട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു. ഫാറ്റ് ക്യാമ്പ്, ഹോം വിസിറ്റ്, വാക്ക് ആൻഡ് ടോക്ക്, അതുപോലെ തന്നെ സ്കൂളുകളിൽ ക്ലാസ് എടുത്ത് കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സും ഉണ്ട്, കോൺഫിഡൻറ്റ് കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഹെൽത്തിനെ കുറിച്ചിട്ടും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജിയാണ്. ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്തും നല്ലൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരുടെ എക്സ്പീരിയൻസ് കേട്ടിരിക്കും. എനിക്കും പറയാണ്ട് എക്സ്പീരിയൻസ് ഇന്ന് 91ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇതിൽ കൂടുതൽ കിട്ടിയ ഒരു കാര്യം എന്താ വെച്ചാൽ മൈൻഡ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. മൈൻഡിൽ നല്ല സന്തോഷമുള്ള ദിവസം ഉണ്ടാവും, സങ്കടമുള്ള ദിവസം ഉണ്ടാവും. പക്ഷെ മനസ്സിനെ താളം തെറ്റാതെ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കണം, ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്താണ്. മാത്രമല്ല കുറേ ആൾക്കാരുടെ ജീവിതം നേരിട്ട് കാണാനും അതിൻ്റെ വ്യത്യാസം ജീവിതത്തിലൂടെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഇതുപോലെ